ചെറുപ്പേ മതിയായി. ഇതിപ്പോ 18ാമത്തെ പ്രാവശ്യം വിളിച്ചത്. ഇങ്ങോട്ട് വരട്ടെ, കാണിച്ചു കൊടുക്ക നമ്മള്. ചില വിവരങ്ങളൊക്കെ നമ്മൾ അറിയുന്നുണ്ട്. സ്വനലത പറഞ്ഞിക്ക് മൂസക്കായ്ക്ക് ശൃംഗാരം കൂടുതലാണ്. പറയുന്നില്ല, ഇങ്ങോട്ട് വരട്ടെ. അല്ലോ 100 ആയിസ അന്നപ്പോഴൊക്കെ വന്നല്ലോ. പലാണ് തേനാണ് കൽവിലെ കൺമണിക്ക് പഞ്ചാര കുഴമ്പാണു നീ എൻ സൈനബ പഞ്ചാര ഞമ്മൾ പഴയ പാട്ട് പാടിയതല്ലേ പത്തുവോ? നിങ്ങളെ മൊബൈൽ ഇങ്ങോട്ട് എടുക്കി. മൊബൈലോ? അങ്ങോട്ട് എടുക്കി. എനിക്ക് മൊബൈലില്ലേ? നിന്റെ മൊബൈലല്ല, നിങ്ങളെ മൊബൈല്. എന്തിനാത്? അതിന്റെ അകത്തിന്റെ എത്ര മിസ് കോൾ ഉണ്ട് എന്നൊന്ന് നോക്കി. ഇന്ന് വിളിച്ചിനി? അയ്യ, ഞമ്മൾ വിളിച്ചില്ല. 18 മിസ് കോൾ ഉണ്ടാവുമല്ലോ, നോക്കി. 16 രണ്ടെണ്ണം ഞമ്മള് കൂട്ടിയതാ. ആരോടായി ഈ വർത്താനം? ഞാൻ വിളിച്ചപ്പോ മുഴുവനും ബിസി ആയില്ലോ. അതിപ്പോ ഞമ്മള് പുറത്ത് മീൻ വിൽക്കാൻ ഇറക്കുന്ന ആളാണ്. ഞമ്മളോട് ആരൊക്കെ വർത്താനം പറയും, ആരൊക്കെ നമ്മള് ഫോൺ വിളിക്കും, ഓരോടൊക്കെ എനിക്ക് സംസാരിക്കണ്ടേ? പലരും വിളിക്കാന്. പലരും പറഞ്ഞാൽ ഇപ്പൊ മീൻ മേടിക്കുന്ന പലരും ഉണ്ട്. പെണ്ണുങ്ങളല്ലേ കൂടുതലും? അത് പിന്നെ ഉറപ്പല്ല പാത്തോ. ഞമ്മള് മീൻ വണ്ടിയായിട്ട് പോയി നിൽക്കുമ്പോ ഏറ്റവും കൂടുതൽ മീൻ മേടിക്കാൻ വരും പെണ്ണുങ്ങൾ. ആണുങ്ങളാരെ മീൻ മേടിക്കാൻ വരുമോ? കുറെ പൂച്ചകളും വരും. ഓരാണ് ഞമ്മളെ കൂട്ടി. ഞമ്മള് കേൾക്കുന്നുണ്ട് ചെറുതൊക്കെ. ആഗോലി വാങ്ങാൻ വരുന്ന പെണ്ണുങ്ങൾക്ക് 2 അയില ഫ്രീ, കൊഞ്ച് വാങ്ങുന്ന പെണ്ണുങ്ങൾക്ക് മത്തി ഫ്രീ. ഒന്ന് ചിരിച്ച് കളിച്ച് കാണിച്ചാ പിന്നെ പൈസയും തരണ്ട നിങ്ങൾക്ക്. അല്ല, നിങ്ങൾ ഒറ്റ കൈ കൊണ്ടാണ് വണ്ടി ഓടിക്കുന്നത് ഞമ്മള് കേട്ടിക്കണല്ലോ. ഒറ്റ കൈ കൊണ്ട് വണ്ടി ഓടിക്കുക. നിങ്ങൾ സർക്കസിലും മറ്റേ കയ്യിൽ ഫോണം വിളിച്ച് ഒറ്റ കൈ കൊണ്ട് ഒരു പോക്ക്. ആരോടൊക്കെ പറഞ്ഞു? അതൊക്കെ ഞമ്മളോട് പലരും പറയുന്നുണ്ട്. നിങ്ങളെ മൊബൈൽ കൊടുത്തേക്ക്. എന്തിനാണ്? ഇങ്ങോട്ട് തരാൻ. എന്തിനാ പത്തുവോ? ഇങ്ങോട്ട് തരും. മൂസ കയ്യെ കളിക്കല്ലേ, കളിക്കല്ലേ. ഇങ്ങോട്ട് തരും. അങ്ങനെ നോക്കട്ടെ ഞമ്മള്. ധാരയി അമ്മിണി. അമ്മിണിയോ? അമ്മിണി നമ്മളെ രാഘവന്റെ ഭാര്യ. രാഘവന്റെ ഭാര്യ പിന്നെ മോളെ കല്യാണം വരികയാണല്ലോ. അപ്പൊ മോളെ കല്യാണത്തിന് ഒരു 4 കിലോ അവലി കിട്ടുമോ മുസക്കായ ചോദിച്ചു വിളിച്ചതാ. ലൈല അയില ചോദിച്ചു വിളിക്കരുതേ. അവർക്ക് എപ്പോഴും അയിലാണ് ഇഷ്ടം. അയിലുണ്ടോ മുസക്കായേയും ചോദിക്കില്ല. ഓളോട് വല്ലാണ്ട് അയില കൂട്ടണ്ടെന്ന് പറഞ്ഞേക്ക്. ഈ സമീർ 18 പ്രാവശ്യം വിളിച്ച സമീർക്ക് നെത്തോലിയാണ്. നെത്തലില്ലേ? നെത്തോലി എപ്പോഴാ കിട്ടുക? നെത്തോലിന്റെ ചാകര എപ്പോഴാ വരിക മുസക്കായി ചോദിക്കുള്ളൂ. ഓളോട് പറഞ്ഞേക്ക് ഈ നെത്തോലി ചെറിയ മീനല്ലാന്ന്. ഈ ഗ്രേസി ഏതാ? ഗ്രേസിയോ? ഗ്രേസിന്റെ കാര്യമൊന്നും പറയണ്ട. ഗ്രേസിന്റെ ഓള് 4 മാസമായിട്ട് മീൻ മേടിച്ച പൈസ ഒന്നുമില്ല. 666 ഉറുപ്പിക തരാണ്ട്. അതിന് വേണ്ടി ഒന്ന് വിളിച്ചതോളെ. ഈ ആണുങ്ങൾക്കൊന്നും വിളിക്കണ്ടേ? ഒക്കെ വിളിക്കുന്ന പെണ്ണുങ്ങളാണല്ലോ. പെണ്ണുങ്ങളാണല്ലോ നമ്മളടുത്ത് മീൻ വാങ്ങേണ്ടത്. ഇപ്പൊ നമുക്ക് ആണുങ്ങൾക്ക് പോയി ചോദിക്കാൻ പറ്റൂല പത്തോ. ഈ വല്ലാണ്ട് എന്തെങ്കിലും ഈ മഞ്ഞ കണ്ണോട് നോക്കിയിട്ടാണ് എനിക്കൊക്കെ മഞ്ഞയായിട്ട് തോന്നുന്നു കേട്ടോ. മൂസക്കായെ, നിങ്ങളെ മോത്തുണ്ടേത്ത ഒരു കള്ളലക്ഷണം. കള്ളലക്ഷണം എനിക്കറിയാം. പറഞ്ഞോളികൾ മര്യാദ കള്ളലക്ഷണം ഒന്നുമില്ല പത്തോ. ഞാൻ വിചാരിക്കുമ്പോ ഒരു അവിഹിതമില്ല. അവിഹിതണ്ടെന്ന് നമ്മൾ പറഞ്ഞു നിങ്ങളോട്. അത് നിങ്ങൾ പറയുന്നല്ലേ വന്നത് അവിഹിതണ്ടെന്നുള്ളത്? അല്ല, ഞാൻ പറയാണ്. നമ്മൾ പറഞ്ഞോ നിങ്ങളോട് അവിഹിതണ്ടെന്നുള്ളത്? ഇത് നിങ്ങൾക്ക് പെണ്ണുങ്ങൾക്കുള്ള ഒരു കുഴപ്പമാണ്. ആണുങ്ങൾ 2 പെണ്ണുങ്ങളുടെ വർത്താൻ പറഞ്ഞാൽ അപ്പൊ നിങ്ങൾ സംശയം കണ്ണോടെ അവർ നോക്കുക. അതെന്താ അങ്ങനത്തെ സ്വഭാവം? സംശയിക്കും. നിങ്ങളെ കെട്ടിയോളാണ് നമ്മൾ 10-16 പ്രാവശ്യം നമ്മൾ വിളിച്ചിട്ട് ഫോൺ എടുക്കാണ്ട് വിസി എന്ന് പറഞ്ഞിട്ട് വേറെ പെണ്ണുങ്ങളോട് വർത്താൻ പറയുമ്പോൾ നമ്മൾ സംശയിക്കണ്ടേ? ഞമ്മക്ക് ഇവിടെ സൂക്കേടായിട്ടാണോ നിങ്ങളെ വിളിക്കുന്നത്? നിങ്ങൾക്ക് അറിയോ? ഇനി നമ്മളെ കുട്ടിക്കുണ്ടോ പറ്റിക്കുന്നറിയോ? ഇനി നമ്മളെ മയ്യത്ത് വായ്പോയിക്കോ നിങ്ങൾക്ക് അറിയോ? ഓ, നമ്മളിനി മയ്യത്താണോ? അതും കാത്തു കുത്തിരിക്കാണ് നിങ്ങൾ. 10-18 കൊല്ലായില്ലേ നമ്മളെ കല്യാണം കഴിച്ചിട്ട്. 2 പെറുകയും ചെയ്ത് നമ്മളെ മൊഞ്ചൊക്കെ പോയല്ലോ. ഇനി നമ്മൾ വേണ്ട. നമ്മളിനി ഒന്നിനും പറ്റൂല. എനിക്കതൊക്കെ മനസ്സിലാവുന്നുണ്ട്. നിങ്ങളൊരു ക്രൂരനാ, നിങ്ങളൊരു ദുഷ്ടനാ, നിങ്ങളൊരു കാമഭ്രാന്തനാ. കുട്ടികൾ കേൾക്കട്ടെ, കുട്ടികൾ കേൾക്കണം. നിങ്ങളൊരു പൂവാലനാ, പൂവാല. അല്ലാണ്ട് മോഹൻലാലൊന്നും അല്ല. അങ്ങനെ വിചാരിച്ചോളി. മൊബൈൽ അടിച്ചു. ഞങ്ങൾ നോക്കിടക്കി. ഇത് നിങ്ങളെ മാതിരി അവിഹിതപ്പോഴൊന്നല്ല. ആരോ അത്യാവശ്യത്തിന് വിളിക്കുന്നതാ. മാണെങ്കിലിതാ ലൗഡ് സ്പീക്കറിൽ ഇട്ടോളി. ഹലോ, ഞാൻ വന്നോട്ടെ. 11 മണിക്കല്ലേ എന്നോട് വരാൻ പറഞ്ഞേ? വന്നോട്ടെ. ഞാൻ എന്തോന്നും മിണ്ടാത്തെ. അതാരാണ്? ഞമ്മക്ക് അങ്ങനെ അറിയാം. അവൻ കട്ടിയത് നിന്റെ ഒച്ച കേട്ടപ്പോ കട്ടിയത്. സത്യം പറഞ്ഞ പാത്തോ അതാരാണ്? മൂസക്കായ നിങ്ങൾ എന്തേതാ പഠിച്ചോണ്ട് നിരക്കാത്ത പറയുന്നത്? നമ്മൾ ആരോടും അവിഹിതവും വിഹിതവും ഒന്നും ഇല്ല. എനിക്ക് മനസ്സിലാവുന്നുണ്ടടി. ഓനോട് 11 മണിക്ക് ഇങ്ങോട്ട് വരാൻ പറഞ്ഞില്ലേ? ഞാൻ അപ്പൊ ഇങ്ങോട്ട് വന്നത് എനിക്കൊരു ബുദ്ധിമുട്ടിലായിരുന്നോ? എന്താണ്
ഈ മൊബൈലിലേക്ക് വിളിച്ചിനോ? ആ വിളിച്ചിരുന്നു. അതെ, നമ്പർ മാറിപ്പോയതാട്ടോ. ഞാനൊരു ജലജയെ വിളിച്ചതായിരുന്നു. സോറി. കണ്ടില്ലേ ഏതോ ജൽജൻ ആരോ വിളിച്ച നിങ്ങൾ എന്നെ തെറ്റിദ്ധരിച്ച് നിങ്ങളെ മാത്രം 24 മണിക്കൂർ നെരിച്ച് നിൽക്കണെന്നെ തെറ്റിദ്ധരിച്ച് ഒരു അവിഹിതക്കാരിയാക്കി. ഇങ്ങനെയാണ് എല്ലാരും വെറുതെ ഒരു തെറ്റിദ്ധാരണ. ഞാൻ പറഞ്ഞേ കേൾക്ക്. ഇതന്നെയാണ് ഇപ്പൊ എന്റെ കാര്യത്തിലുണ്ടായത്. നമ്മൾ ഈ പെണ്ണുങ്ങൾക്കൊക്കെ മീൻ വിറ്റ് പോകും നടക്കാന്നല്ലാണ്ട് ഓരോരുത്തൊന്നും നമുക്ക് യാതൊരു ബന്ധമില്ല. നമ്മൾ അന്റെ മുഖത്തല്ലേ പാത്തു, വേറെ ഏതെങ്കിലും പെണ്ണുങ്ങളെ മുഖത്ത് നമ്മൾ നോക്കലുണ്ടോ? ആ സ്വർണ്ണല്ലേ ആ ലച്ചൺ കെട്ടോള് ഓളാ പറഞ്ഞത് നിങ്ങള് പെണ്ണുങ്ങളുമായിട്ട് കുസുകുസ്കലാടി. ഓളെ ഭർത്താവിനെ കുറിച്ച് എല്ലാം നല്ല പറഞ്ഞ് നടക്കല്ലേ? അതറിയോ എനിക്ക്? എല്ലാം ഉണ്ടാക്കി വെച്ചത് മൊബൈലാണ് പാത്തു. നമ്മൾ ഇന്ന് മുതൽ ഒരു തീരുമാനം എടുക്കാം. നമുക്ക് ഇന്ന് മുതൽ മൊബൈൽ വേണ്ട, തഞ്ചി വെച്ചോ. അങ്ങനെ പറയല്ലേ മൂസക്കായെ. ഈ മൊബൈലൊക്കെ ഞമ്മക്ക് വേണം, ആവശ്യത്തിന് ഉപയോഗിക്കാൻ. നിങ്ങൾ എന്നെ പിടിക്ക്. ഇജ്ജ് പറഞ്ഞതാ പാത്തു എന്തെങ്കിലും. ഈ മൊബൈൽ എന്ന് പറഞ്ഞ സാധനവും ആവശ്യത്തിന് ഉപയോഗിക്കാനുള്ള, അത് അനാവശ്യമായിട്ട് ഉപയോഗിക്കരുത്. പിന്നെ വേറൊരു കാര്യം കൂടി ഉണ്ട്. ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ കേട്ടിട്ട് ബാക്കിയുള്ളവന്റെ മെക്കറ്റ് കയറാൻ വന്നാലുണ്ടല്ലോ. കാര്യങ്ങളൊക്കെ മനസ്സിലായല്ലോ? മനസ്സിലായി. എന്റെ പൊന്നു മോള് പോയിട്ടേ മുസ്കായ്ക്ക് ഒരു സുലൈമാൻ ഇട്ടിട്ട് വാ. അടിമുടി പുളുവടി അതിരു കടക്കും വല്ലാത്ത പയനിവൻ. അയ്യോ വെറും പാവം MIT മൂസ. നിങ്ങള് MIT മൂസ. ഇങ്ങനെ ഒരു പെടപ്പാന്നുള്ളൂ. ഓള് പാവാണ്, നമ്മള് പാത്ത്.